നമസ്കാരം. എന്താ കഥയിലേക്ക് സ്വാഗതം. ഇന്ന് എന്താ കഥയിൽ വയനാട് ലോക്സഭാ മണ്ഡലത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. വയനാട് മണ്ഡലത്തിൻ്റെ ലഘുചരിത്രം പരിശോധിച്ചാൽ 2009 വയനാട് മണ്ഡലം രൂപീകരിക്കപ്പെട്ടത്. ഇപ്പോൾ ആ മണ്ഡലത്തിലുള്ളത് 3 ജില്ലകളിലെ 7 നിയമസഭാ മണ്ഡലങ്ങൾ. വയനാട്ടിലെ മാനന്തവാടി, കൽപ്പറ്റ, സുൽത്താൻ ബത്തേരി മണ്ഡലങ്ങൾ, കോഴിക്കോട് തിരുവനമ്പാടി മണ്ഡലം, മലപ്പുറത്ത് ഏറനാട്, വണ്ടൂർ, നിലമ്പൂർ മണ്ഡലങ്ങൾ. ഇതിൽ നിലമ്പൂർ, തിരുവമ്പാടി, മാനന്തവാടി മണ്ഡലങ്ങൾ LDFനും മറ്റ് മണ്ഡലങ്ങൾ UDFനുമാണ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചത്. 2000 മുതൽ കോൺഗ്രസ്സിലുണ്ടായ വലിയ മാറ്റങ്ങളുടെ ഭാഗമായി അതിൻ്റെ സ്വാധീനം ഉണ്ടായ ഒരു മണ്ഡലം കൂടിയാണ്. പ്രത്യേകിച്ച് DICയുടെ രൂപീകരണം. DICയിൽ നിന്ന് മുരളീധരനും കരുണാകരനും വേർപെട്ട് മുരളീധരൻ പിന്നീട് NCP സ്ഥാനാർത്ഥിയാവുന്നു. അങ്ങനെയെല്ലാം കൂടി അത്തരം കേരളത്തിലെ കോൺഗ്രസ്സിലെ പടലപ്പിണക്കങ്ങളുടെ ഒരു സ്ഥാനം കൂടിയായിരുന്നു ഈ വയനാട് മണ്ഡലം. 2009 കോൺഗ്രസ്സിൽ MI ഷാനവാസാണ് അവിടെ ജയിച്ചത്. CPIയിലെ റഹ്മത്തുള്ളയെ പരാജയപ്പെടുത്തി. അന്ന് മുരളീധരൻ മത്സരിച്ചിരുന്നു. 2014 ഷാനവാസ് വീണ്ടും വിജയിക്കുന്നു. അന്ന് സത്യൻ മൊകേരിയായിരുന്നു എതിർ സ്ഥാനാർത്ഥി. 20,000 വോട്ട് മാത്രമേ അന്ന് ഷാനവാസിന് ഭൂരിപക്ഷം ലഭിച്ചുള്ളൂ. പക്ഷേ 2019 കേരളത്തിലെ തെരഞ്ഞെടുപ്പുകളുടെ ഒരു ഗെയിം ചേഞ്ചറായി രാഹുൽ ഗാന്ധി വരുന്നു. രാഹുൽ ഗാന്ധി വരുന്നതോടുകൂടി അദ്ദേഹം ഒരു കോൺഗ്രസിൻ്റെ പ്രധാനമന്ത്രി ആവുമെന്ന പ്രതീക്ഷയിൽ മത്സരിക്കുന്നു. പക്ഷേ കേരളത്തിന് പുറത്ത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയേറ്റപ്പോൾ കേരളത്തിൽ 19 സീറ്റും UDF നേടുകയുണ്ടായി. ഈ സാഹചര്യത്തിലാണ് നമ്മൾ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് രംഗം പരിശോധിക്കുന്നത്. രാഹുൽ ഗാന്ധി തന്നെയാണ് വയനാട്ടിലെ ശരിക്കും ഒരു ശ്രദ്ധാകേന്ദ്രം. ഒരു ദേശാടന പക്ഷി എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഒരു സ്ഥാനാർത്ഥി. ഈ രാഹുൽ ഗാന്ധിക്ക് അന്നുണ്ടായിരുന്ന ഒരു പ്രതിച്ഛായ ഇപ്പോൾ വയനാട്ടിലുണ്ടോ? ഷീജ വയനാട്ടിലെ കൽപ്പറ്റ മണ്ഡലത്തിലെ വോട്ടർ കൂടിയാണല്ലോ. രാഹുൽ ഗാന്ധിക്ക് 2019 കിട്ടിയ ഒരു പിന്തുണ ഇപ്പോൾ ഇല്ല എന്നുള്ളത് നമുക്ക് തികഞ്ഞും വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഇന്നത്തെ 2019 അദ്ദേഹം നോമിനേഷൻ കൊടുക്കാനൊക്കെ വരുന്ന സമയത്ത് ഞാനൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അന്ന് ശരിക്കും വയനാട് മൊത്തം ഒരു വലിയൊരു ആകാംക്ഷയായിരുന്നു. കാരണം പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാണ് എന്ന രീതിയിലാണ് അന്ന് കോൺഗ്രസ് അവതരിപ്പിക്കുന്നത്. കാരണം BJPക്കെതിരെ ന്യൂനപക്ഷത്തിൻ്റെ ഭയം, പിന്നെ ശബരിമല ഉണ്ടാക്കിയ ഈ വിശ്വാസികൾക്കിടയിൽ ഉണ്ടാക്കിയ അരക്ഷിതാവസ്ഥ, ഇതെല്ലാം കൂടി മുതലെടുത്തിട്ട് അതുമാത്രമല്ല രാഹുൽ ഗാന്ധിയെപ്പോലുള്ള ലീഡർ ആദ്യമായിട്ട് വരികയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ആകാംക്ഷ ഞങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നമ്മളിപ്പോൾ TV യിലൊക്കെ കണ്ടു, വളരെ സാധാരണമായി ഒരു കാൻഡിഡേറ്റ് വന്നു പോയി എന്നതിലേക്ക് അപ്പുറത്തേക്കൊരു ആവേശം ജനങ്ങൾ കാണാൻ കഴിഞ്ഞിട്ടില്ല. അതുമാത്രമല്ല, ഇപ്പോൾ ജനങ്ങൾ അന്നത്തെ പ്രതീക്ഷയൊക്കെ പൂർണ്ണമായി നിരാശപ്പെടുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ്. കാരണം വല്ലപ്പോഴും വന്നു പോകുന്ന ഒരു എന്താ പറയുക, ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ വന്നു പോകുന്ന ഒരാളെന്നതിലേക്കപ്പുറം ഈ മണ്ഡലത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്നൊരു അഭിപ്രായം ലീഗുകാർക്ക് ഉൾപ്പെടെ ഒക്കെ ഉണ്ട് അവിടെ. എല്ലാവരും അതെ വന്നിട്ടേ ഇല്ല. എനിക്ക് തോന്നുന്നു ഇപ്പോൾ 5 വർഷത്തേക്ക് ഒരു 10 താഴെ തവണയേ വന്നിട്ടുള്ളൂ. 10 തവണ വന്നോ എനിക്ക് സംശയമാണ്. അപ്പോൾ ആ നിലയ്ക്ക് ജനങ്ങൾക്ക് ഭയങ്കര നിരാശ സമ്മാനിച്ച ഒരു MP ആണ് രാഹുൽ ഗാന്ധി. കാരണം വയനാട് സംബന്ധിച്ച് വയനാട് കുറേ വികസന പ്രശ്നങ്ങൾ നിൽക്കുന്ന ഒരു ജില്ലയാണ്. പിന്നെ വയനാടിൻ്റെ ഭൂരിഭാഗം ജില്ല മാത്രമല്ല മണ്ഡലം, തിരുവമ്പാടി, നിലമ്പൂർ, മാനന്തവാടി, ബത്തേരി, കൽപ്പറ്റ, ഇവിടെയൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ വന്യമൃഗ ഭീഷണി നിലനിൽക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഈ 5 വർഷം ഈ രാഹുൽ ഗാന്ധി ലോക്സഭയിൽ ആകെ 99 ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിലൊരിക്കൽ പോലും വയനാട്ടിലെ അല്ലെങ്കിൽ വയനാട് മണ്ഡലത്തിലെ വന്യമൃഗ ഭീഷണിയെക്കുറിച്ച് ഒരു ചോദ്യം പോലും അദ്ദേഹം ചോദിച്ചിട്ടില്ല എന്നുള്ളത് ആ നാടിനോട് രാഹുൽ ഗാന്ധി കാണിക്കുന്ന ഒരു മനോഭാവത്തിൻ്റെ ഏറ്റവും പ്രകടമായ തെളിവാണ്. ഇത് ഞങ്ങൾക്കൊക്കെ അറിയാം. ഇപ്പോൾ ജനങ്ങൾ തന്നെ, ഇപ്പോൾ കോൺഗ്രസ് തന്നെ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം മുമ്പ് ഞാൻ പോയപ്പം കോൺഗ്രസ് അനുഭാവികളോട് ചോദിക്കുമ്പോൾ അവർ പോലും പറയുന്നത് അവർക്ക് പോലും താല്പര്യമില്ല. കാരണം വെച്ചാൽ എന്തിന് ഇദ്ദേഹം ഈ വയനാട്ടിൽ മത്സരിക്കുന്നു? പിന്നെ BJPക്കെതിരായി മത്സരിക്കേണ്ട, ഇപ്പോൾ ഇന്ന് തന്നെ പത്രക്കാർ ചോദിക്കുന്നതിന് എനിക്ക് തോന്നുന്നു, ഞാൻ ഈ വിഷ്വൽ കണ്ട സമയത്ത് ഇദ്ദേഹം മാറിപ്പോകുന്നതായിട്ടാണ് തോന്നിയത്. കാരണം അവർ ആ ചോദ്യം വന്നാൽ എന്തുകൊണ്ട് വർഗീയതയ്ക്കെതിരെ രാജ്യത്തെ മതേതരത്വം സംരക്ഷിക്കാൻ വേണ്ടിയാണ് മത്സരിക്കുന്നതെന്ന് രാഹുൽ ഗാന്ധി പറയുമ്പോൾ ഇവിടെ ആനിരാജയാണ് പ്രധാന എതിരാളി. അപ്പോൾ എന്തുകൊണ്ടെന്ന ചോദ്യത്തിന് അദ്ദേഹം മുഖം തിരിഞ്ഞു പോകുന്ന, അല്ലെങ്കിൽ ചോദ്യങ്ങളെ ഭയന്നോടുന്ന രാഹുൽ ഗാന്ധിയാണ് ഇന്ന് നമ്മൾ വിഷ്വൽ കാണാൻ. ശരിക്കും പ്രകടമായിട്ട് അദ്ദേഹത്തിൻ്റെ മുഖത്ത് കാണാം. അത് മാത്രമല്ല, ഇപ്പോൾ വന്യജീവി സംരക്ഷണ നിയമമുണ്ട് 1972 അതിൽ ഭേദഗതി വരുത്തിയെങ്കിൽ മാത്രമേ ഈ വന്യമൃഗങ്ങളെ നാട്ടിലിറങ്ങുന്ന വന്യമൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാൻ വേണ്ടി നിയമമുണ്ട് എന്ന് പറയുമ്പോഴും
ഇത് നടപ്പാക്കാനുള്ള പ്രായോഗികമായ കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഈ ഭേദഗതി വരുത്തണം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിലൊന്നും തന്നെ ഇദ്ദേഹത്തിൻ്റെ ഇടപെടൽ ഉണ്ടായിട്ടേ ഇല്ല. അതുമാത്രമല്ല, ന്യൂനപക്ഷങ്ങൾക്ക് ഉണ്ടാകുന്ന വിശ്വാസക്കുറവ്, പൗരത്വ ഭേദഗതി നിയമം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ന്യൂനപക്ഷ വോട്ടർമാർ 41% വോട്ടർമാർ ന്യൂനപക്ഷമാണ്. അങ്ങനെയൊക്കെയുള്ള വെച്ച് നോക്കുമ്പോൾ ഇദ്ദേഹത്തിന് പൂർണ്ണമായിട്ടും സാധാരണക്കാരിൽ യാതൊരു ഇദ്ദേഹത്തിൻ്റെ ഏറ്റിട്ട് എന്താണ് കാര്യം എന്ന നിലയ്ക്ക് എല്ലാ ജനങ്ങളും ചിന്തിക്കുന്നുണ്ട് എന്നാണ് ഒരനുഭവം. യെസ്, ജിജോയിലേക്ക് വരാം. ജിജോ, കേരളത്തിൽ കഴിഞ്ഞ 2019 തെരഞ്ഞെടുപ്പിൽ UDF വലിയ നേട്ടം ഉണ്ടായെങ്കിലും മറ്റ് കേരളത്തിന് പുറത്ത്, പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ കോൺഗ്രസിൻ്റെ തിരിച്ചടിക്ക് കാരണമായ ഒരു മത്സരം തന്നെയായിരുന്നു വയനാട്ടിലേത്. കാരണം വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ സമയത്ത് പ്രചാരണത്തിനിടെ കണ്ട കൊടി, മുസ്ലിം ലീഗിൻ്റെ കൊടി പാകിസ്ഥാൻ കൊടിയായി തെറ്റിദ്ധരിപ്പിച്ച് വടക്കേ ഇന്ത്യയിൽ അമേഠിയിൽ ഉൾപ്പെടെ വളരെയധികം ക്യാമ്പയിൻ നടന്നു. ഇപ്പോൾ ലീഗ് മാത്രമല്ല, SDP കൂടി UDFൻ്റെ ഭാഗമായിരിക്കുന്നു. ഏതാണ്ടൊരു ഘടകകക്ഷിയെ പോലെ തന്നെ മാറിയിരിക്കുന്നു SDP. സ്വാഭാവികമായും ഇത് ഒരു ഇന്ത്യ മുന്നണിയെ നയിക്കുന്ന ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് രാഹുൽ ഗാന്ധിക്ക് തിരിച്ചടിയാവുന്നുണ്ടോ? രാഹുൽ ഗാന്ധി ഒന്നപ്പോൾ സജിത്ത് പറഞ്ഞതിൽ തന്നെ തുടങ്ങിയാൽ, കഴിഞ്ഞ തവണ പാകിസ്ഥാൻ പതാക എന്ന് പറഞ്ഞു, ഇന്നിപ്പോൾ ലീഗിൻ്റെ പതാക പുറത്താണ്. രാഹുൽ ഗാന്ധിയുടെ നാമനിർദ്ദേശ പത്രിക കൊടുക്കുന്നതിന് മുന്നോടിയായിട്ട് നടന്ന റോഡ് ഷോയിൽ ലീഗിന് വിലക്കാണ്. ഇത് UDFും അവിടുത്തെ ലീഗ് വോട്ടർമാർ ചർച്ച ചെയ്യേണ്ടതാണ്. ഇങ്ങനെ ലീഗിനെ വിലക്കിയിട്ടും ലീഗിൻ്റെ പതാക ഇല്ലാതെയും ആത്മാഭിമാനം പണയം വെച്ചുകൊണ്ട് ലീഗുകാർ രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും വോട്ട് ചെയ്യണമെന്നുള്ള ഒരു ചോദ്യമുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ത്യ മുന്നണിയുടെ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി വ്യക്തമാക്കേണ്ട ഒരു ഇതുണ്ട്. വയനാട്ടുകാർക്കും മൊത്തം മുഴുവൻ ആളുകളോടും മറുപടി നൽകേണ്ട ഒരു ഇതുണ്ട്. ആരാണ് രാഹുൽ ഗാന്ധിയുടെ മുഖ്യ ശത്രു വയനാട്ടിൽ? LDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ആനി രാജയെയാണോ മുഖ്യ ശത്രുവായി കാണുന്നത്? മോഡിയുടെ പ്രതിപുരുഷനായിട്ടുള്ള BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രനെയാണോ? കാരണം ഇന്ത്യ മുന്നണിയുടെ പ്രതിച്ഛായ അടക്കം കളങ്കപ്പെടുത്തുന്ന രൂപത്തിലാണ് കോൺഗ്രസ്സുകാർ ഭാവി പ്രധാനമന്ത്രി എന്ന് വിശേഷിപ്പിക്കുന്ന രാഹുൽ ഗാന്ധി വയനാട്ടിൽ വരുന്നത്. ദേശീയ തലത്തിൽ മതേതര മുന്നണിയെ, മതേതര വിശ്വാസികളായിട്ടുള്ള കക്ഷികൾക്കൊക്കെ തന്നെ കോൺഗ്രസ് വല്ലാത്ത തിരിച്ചടി ഉണ്ടാക്കുന്ന ഒരു നയവും നിലപാടുമാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഉത്തരേന്ത്യയിൽ രാഹുൽ ഗാന്ധി അമേഠിയിൽ മത്സരിക്കില്ല എന്നാണ് ഇപ്പോൾ അറിയുന്നത്. രാഹുൽ ഗാന്ധിയോ സഹോദരി പ്രിയങ്കയോ മത്സരിക്കുകയാണെങ്കിൽ സ്വന്തം സഹോദരൻ പിടിക്കുന്ന കൊടിക്ക് അതിന് വില കൊടുക്കേണ്ടി വരിക സഹോദരിയായിരിക്കും. അപ്പോൾ രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന ഈ വിഷയങ്ങളിൽ നിന്നൊന്നും മറുപടി തരാതെ ഒരു ടൂറിസ്റ്റ് വിസ എടുത്ത് വരുന്നത് പോലെ വന്നുകൊണ്ടുള്ള ഈ ഇത് അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തുക എന്ന് പറയുന്നത് കേരളത്തിലെ മതേതര വിശ്വാസികളുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇന്ത്യ മുന്നണി വളരെ ജനാധിപത്യ മതനിരപേക്ഷ ധാരയിൽ ഉയർന്നു പോകുമ്പോൾ അതിന് എതിരാളികളിൽ നിന്നതിനേക്കാൾ വലിയ വെല്ലുവിളിയും പ്രതിസന്ധിയും സൃഷ്ടിച്ചിരിക്കുന്നത് കോൺഗ്രസും രാഹുൽ ഗാന്ധിയുമാണ്. രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോൾ രാഹുൽ ഗാന്ധി മറുപടി പറയേണ്ടതുണ്ട്. SDP പിന്തുണ താൻ സ്വീകരിക്കുന്നുണ്ടോ? എന്താണ് SDP വോട്ട് വേണ്ട എന്ന് പറയാൻ രാഹുൽ ഗാന്ധി തയ്യാറുണ്ടോ? SDP മാറ്റിവെക്കുക. CAA കുറിച്ച് രാഹുൽ ഗാന്ധിയുടെ നിലപാടെന്താണ്? രാഹുൽ ഗാന്ധി ഇന്നുവരെ പൗരത്വ ഭേദഗതി എന്ന് ഇന്ത്യൻ പാർലമെൻറ്റിൽ പറഞ്ഞിട്ടുണ്ടോ? ഏറനാട് മണ്ഡലമടക്കമുള്ള ലോക്സഭാ മണ്ഡലത്തിലാണ് രാഹുൽ ഗാന്ധി വോട്ട് നേടുന്നത്. ഏറനാടിന് എന്ന് പറയുന്നതിനും വലിയ വീറുറ്റ ഉശ്വരൻ പാരമ്പര്യമുണ്ട്. 1921 ബ്രിട്ടീഷ് സായ്പന്മാർക്കെതിരായിട്ട് സാമ്രാജ്യത്വ വിരുദ്ധ യുദ്ധം നയിച്ചവരുടെ പിൻഗാമികളുള്ള നാടാണ്, പിന്മുറക്കാരുള്ള നാടാണ് ഏറനാട്. അവിടെയുള്ള ജനങ്ങൾ തന്നെ പാകിസ്ഥാൻ പൗരന്മാരെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് വിട്ടുപോകേണ്ടതായിട്ടുള്ള കഥകളൊക്കെ ഉണ്ട്. PT കുഞ്ഞുമ്മൻ്റെ സിനിമയിലടക്കം വന്നിട്ടുള്ളത് അത്തരമൊരു ആവിഷ്കാരമാണ്. അപ്പോൾ അവരടക്കം ഭയവിഹുലരായി നിൽക്കുമ്പോൾ രാഹുൽ ഗാന്ധി CAA ഇതിൽ ആരുടെ കൂടെയാണ്? മലപ്പുറത്തും വണ്ടൂരിലും നിലമ്പൂരിലും ഏറനാട്ടിലും വോട്ട് ചെയ്യുന്ന, ബത്തേരിയിലും വോട്ട് ചെയ്യുന്ന ന്യൂനപക്ഷ വിശ്വാസികൾക്കൊപ്പം രാഹുൽ ഗാന്ധി നിൽക്കുമോ? അതോ കമൽനാഥിൻ്റെ കൂടെയാണോ രാഹുൽ ഗാന്ധി നിൽക്കുന്നത്? അതോ CAA വേണ്ട എന്ന് പറയുന്ന മുസ്ലിം ലീഗിൻ്റെ കൂടെയാണോ? ഇങ്ങനെ ചോദിച്ചു. രാഹുൽ ഗാന്ധിയുടെ ഇരട്ട മുഖം, ഇരട്ടത്താപ്പ്, ഇതൊക്കെ ഇത്തവണ വളരെ പ്രകടമായിട്ട് വയനാട്ടിൽ വിചാരണ ചെയ്യപ്പെടുന്നില്ല കാര്യത്തിൽ സംശയമില്ല. ഷീജ, മൂന്നാമത്തെ പ്രധാന സ്ഥാനാർത്ഥി NDA മുന്നണിക്ക് വേണ്ടി BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രനാണ് മത്സരിക്കുന്നത്. K സുരേന്ദ്രൻ്റെ സ്ഥാനാർത്ഥി, K സുരേന്ദ്രൻ കഴിഞ്ഞ തവണ 2
മണ്ഡലങ്ങളിൽ മത്സരിച്ച് പറന്ന് നടന്ന് മത്സരിച്ച ഒരാളാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. കഴിഞ്ഞ പ്രാവശ്യം പത്തനംതിട്ടയിൽ മത്സരിച്ച് ദയനീയമായി പരാജയപ്പെട്ടു. ഇപ്പോൾ ഈ സുരേന്ദ്രൻ്റെ വരവ് അവിടെ എത്രത്തോളം അവിടെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകും? സുരേന്ദ്രന് വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാനുള്ള വല്ല സാധ്യത ഇവിടെ കാണുന്നുണ്ടോ? കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ BJP വോട്ടുകളൊക്കെ തന്നെ UDF മറക്കുകയുണ്ടായത്. അതുകൊണ്ടാണ് കഴിഞ്ഞ ബത്തേരിയൊക്കെ IC ഭാഷണം ജയിച്ചത്. അപ്പോൾ യഥാർത്ഥത്തിൽ കഴിഞ്ഞ തവണ വലിയൊരു വോട്ടിൽ വലിയൊരു മാറ്റം മറിച്ച് നടന്നിട്ടുണ്ട് അവിടെ എല്ലാ തരത്തിലുള്ള വോട്ടുകളും. ഇത്തവണ സുരേന്ദ്രൻ്റെ വരവോടുകൂടി സ്വാഭാവികമായിട്ടും അവർ മത്സരം കടുപ്പിക്കുക എന്ന ലക്ഷ്യമാണ് അവർക്കുള്ളത്. കാരണം ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ സംസ്ഥാന പ്രസിഡന്റിൽ തന്നെ അവതരിപ്പിച്ചുകൊണ്ട് പരമാവധി വോട്ടുകൾ സമാഹരിക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു ലക്ഷ്യം. അത് എത്രത്തോളം ഫലപ്രദമാവുമെന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയില്ല. കാരണം ഈ പറയുന്ന മാതിരിയുള്ള ഘടകങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട്. ആനി രാജയെ പോലുള്ളൊരു വനിതാ ദേശീയ ശ്രദ്ധ നേടിയിട്ടുള്ള ദേശീയ നേതാവ് തന്നെ പറയാം. ആനി രാജയുടെ ഒരു സാന്നിധ്യം ശരിക്കും ഇപ്പം പല റൗണ്ട് മണ്ഡലത്തിൽ സഞ്ചരിക്കാൻ അവർക്ക് പറ്റിയിട്ടുണ്ട്. നല്ല ക്രൗഡും ഉണ്ട് ശരിക്കും. അപ്പോൾ പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ പോലും ആനി രാജയുടെ പൊതുയോഗങ്ങളിലൊക്കെ നമ്മൾ വീഡിയോയിൽ കാണുന്നുണ്ട്. വളരെ നല്ല രീതിയിലുള്ള ഒരു ജനങ്ങളുടെ ഒരു സ്വീകാര്യത അവർക്ക് ലഭിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ആനി രാജയുടെ ഒരു പ്രസൻസ് കോൺഗ്രസ് UDF ക്യാമ്പിൽ ചെറിയൊരു ഇളക്കം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായും. കാരണം ആനി രാജ നല്ല സ്വീകാര്യത വന്നിട്ടുള്ളത്. ഇപ്പോൾ സ്ത്രീ വോട്ടർമാർ ഏറ്റവും കൂടുതലുള്ള മണ്ഡലം കൂടിയാണത്. അപ്പോൾ നല്ല രീതിയിൽ അവർക്ക് നന്നായിട്ട് ഇടപെടാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഈ സത്യൻ മൊകേരി 2014 മത്സരിക്കുന്ന സമയത്ത്, കാരണം അതിന് മുമ്പ് ഷാനവാസ് 1 ലക്ഷത്തിന് പരം വോട്ടിന് ജയിച്ചിട്ട് അയാളെ ഭൂരിപക്ഷം 20,000-ലേക്ക് കുറയ്ക്കാൻ വേണ്ടി കഴിഞ്ഞിട്ട് സത്യൻ മൊകേരി കാൻഡിഡേറ്റിന് അത് വയനാട് ജില്ലയിൽ അത് ഭൂരിപക്ഷം LDF സത്യൻ മൊകേരിക്കായിരുന്നു. അപ്പോൾ ഇത്തവണ അതേപോലെ നല്ലൊരു മാറ്റം അവിടെ ഉണ്ടാക്കാൻ അവിടെ സ്ഥാനാർത്ഥി തീർച്ചയായിട്ടും കഴിഞ്ഞിട്ട് ഉപകരിക്കുന്നതായിട്ട് സംശയം. ജിജോ, ഈ വയനാടിന് പ്രത്യേകം നമ്മൾ ആമുഖത്തിൽ പറഞ്ഞു മുരളീധരൻ്റെ അവിടെ ഒരു ഇലക്ഷൻ. ഈ 2009 ഇലക്ഷനിൽ മുരളീധരൻ 1 ലക്ഷത്തിലധികം വോട്ട് പിടിച്ചിരുന്നു. ശരിക്കും അന്ന് മുരളീധരൻ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ ഇടതുപക്ഷം ജയിച്ചേനെ എന്നുള്ളൊരു തോന്നൽ അവിടെ ഉണ്ടായിട്ടുണ്ടല്ലോ അല്ലേ? ഇന്നത്തെ മുരളീധരൻ്റെത് വോട്ട് സ്പ്ലിറ്റാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതായത്. ശരിക്കും എന്ന് പറഞ്ഞാൽ മുരളീധരൻ UDF ഒരു ഇത് കൊടുക്കുകയായത്. UDF പോകുന്നതിന് മുന്നോടിയായിട്ടുള്ള ഒരു പെർഫോമൻസാണ് അവിടെ നടത്തിയത്. അന്ന് UDF രക്ഷിച്ചത് മുരളീധരനായിരുന്നു. ഇപ്പോൾ ഷീജ പറഞ്ഞതുപോലെ കഴിഞ്ഞതിൽ തന്നെ ഇത്രയും വലിയ ഇതുണ്ടായിട്ട് അതിനുശേഷം ഒരിക്കലും UDF ആ വിജയം ആവർത്തിക്കാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിയുടെ വേറൊരു ഇതുണ്ട്. പക്ഷേ ഇത്തവണ വയനാട്ടിൽ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒരു രാഹുൽ ഗാന്ധി വികാരമോ തരംഗമോ ഇല്ല. തരംഗം എന്ന് പോയിട്ട് രാഹുൽ അനുകൂലല്ല, സഹതാപം പോലും പിടിച്ചു പറ്റാത്ത രൂപത്തിലുള്ളൊരു രാഹുൽ വിരുദ്ധത വയനാട്ടിൽ വരുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സിന് ന്യൂനപക്ഷങ്ങളും ന്യൂനപക്ഷ സംഘടനകളും ഈ മണ്ഡലത്തിൽ വളരെ സജീവവും പ്രധാനവുമാണ്. അവരൊക്കെ എങ്ങനെയാണ് ഈ മതനിരപേക്ഷ ചേരിയെ ദുർബലമാക്കുന്ന ഒരു നിലപാടെടുത്തിട്ടുള്ള ആൾക്ക് വോട്ട് ചെയ്യുക എന്നുള്ളത് വലിയൊരു ചോദ്യമല്ലേ? ശരിക്കും നരേന്ദ്രമോദിയെ തന്നെ വിജയിപ്പിക്കുന്ന രൂപത്തിൽ അവരാണ് വീണ്ടും തിരിച്ചു വരിക എന്നുള്ള മാധ്യമ വലതുപക്ഷ പ്രചരണത്തിനെ സഹായിക്കുന്ന രൂപത്തിലാണ് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം ഉണ്ടായിട്ടുള്ളത്. മറുഭാഗത്ത് രാഹുൽ ഗാന്ധി ഏറ്റുമുട്ടുന്നത് എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരമായിട്ടുള്ള ഒരാളാണ്. ആനി രാജ എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി ഡൽഹിയിൽ കർഷക സമരം നടന്നപ്പോൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഡൽഹിയിലുണ്ട്. CAA വിരുദ്ധ സമരം നടന്നപ്പോൾ നടന്നിട്ടില്ല. ന്യൂനപക്ഷ വേട്ട നടന്നപ്പോൾ രാഹുൽ ഗാന്ധി ഇല്ല. അവിടങ്ങളിലൊക്കെ പ്രതിരോധത്തിൻ്റെയും പ്രതിഷേധത്തിൻ്റെയും ശബ്ദമായിട്ട് ഇടതുപക്ഷത്തിൻ്റെ നേതൃത്വത്തിൽ എല്ലാ സമരങ്ങളിലെയും ഉജ്ജ്വലമായ സാന്നിധ്യമായിരുന്നു ആനി രാജ. പിന്നെ സുരേന്ദ്രൻ്റെ കാര്യം പറഞ്ഞാൽ സുരേന്ദ്രന് വയനാട്ടിൽ നല്ല പേരാണല്ലോ. സുരേന്ദ്രൻ എന്തിനാണ് ഇപ്പോൾ പോയത്? വോട്ടിന് വേണ്ടിയിട്ടാണോ നോട്ടിന് വേണ്ടിയിട്ടാണോ എന്നുള്ള ചോദ്യമുണ്ട്. സുരേന്ദ്രൻ നോട്ട് കച്ചവടം നടത്തിയൊരു സ്ഥലമാണ് വയനാട്. ബത്തേരിയിൽ CK ജാനുവിന് തെരഞ്ഞെടുപ്പ് ഫണ്ട് കൊടുത്ത ഷീജക്കൊക്കെ നന്നായിട്ട് അറിയാവുന്നതാണ്. തെരഞ്ഞെടുപ്പ് കോഴയിലെ പ്രതിയാണ് സുരേന്ദ്രൻ. മഞ്ചേശ്വരത്തും കൊടകരയിലും ബത്തേരിയിലെയും 3 കോഴക്കേസിലെ പ്രതി കൂടിയാണ് സുരേന്ദ്രൻ. സുരേന്ദ്രൻ എന്ന് പറയുന്നത് വോട്ടിന് വേണ്ടിയിട്ടല്ല ഇതായിരിക്കുന്നത്. സുരേന്ദ്രന് മറ്റു പല ലക്ഷ്യങ്ങളുമാണ്. ഇത് നേരത്തെ വന്നിട്ടുള്ളതാണ്. ഇവിടെ ഉണ്ടാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയെ ഒരു പരാജയം ഉണ്ടാവുകയാണെങ്കിൽ ഈസി വാക്ക് ഓവർ അല്ലാന്ന് കോൺഗ്രസ്സുകാരടക്കം ഇതായി. ആനി രാജയുടെ വളരെ കരിസ്മാറ്റിക്കായിട്ടുള്ള ഒരു പ്രകടനവും ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ ഈ SDPI അടക്കം ഉണ്ടായിട്ടുള്ള കോൺഗ്രസ് മറുപടി പറയേണ്ടി വരുന്ന ഇതെല്ലാമായിട്ട് രാഹുൽ ഗാന്ധിയെ
ഒരു രക്തസാക്ഷിയാക്കിയിട്ട് കോൺഗ്രസ് തീർക്കാനുള്ളൊരു ശ്രമമുണ്ടോ എന്ന് പോലും സംശയിക്കണം. അപ്പോൾ ഇത് വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു നീക്കമാണ്. വയനാട് മണ്ഡലം വലിയ ശ്രദ്ധ വീണ്ടും രാജ്യത്തിൻ്റെ തന്നെ വലിയ ശ്രദ്ധ നേടാൻ പോവുകയാണ്. UDF മറുപടി പറയേണ്ട ഒരുപാട് വിഷയങ്ങൾ LDF മുന്നോട്ട് വെച്ചിട്ടുണ്ട്. SDPI ബന്ധം, രാഹുൽ ഗാന്ധി ഒരു MP എന്ന നിലയിലുള്ള രാഹുൽ ഗാന്ധിയുടെ പരാജയം, CAA തുടങ്ങിയ ന്യൂനപക്ഷങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങളിൽ രാഹുൽ ഗാന്ധി നടത്തിയ ഒളിച്ചുകളി, ഇത്തരം വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്യാവുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ ഏതായാലും സുഗമമാവില്ല ഇന്ത്യ മുന്നണിയുടെ പ്രധാന നേതാവിൻ്റെ യാത്ര എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്താ കഥയിലെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.